അവന്റെ കുടുംബം അങ്ങനെയല്ലേ? അവന്റെ അച്ഛനും അമ്മയും ആണെങ്കിലോ വളരെ മോശം സ്വഭാവമുള്ളവര്. അവനും അങ്ങനെ ആയിരിക്കും. അവനുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നവരെല്ലാവരും മോശമായി പോകും. അതുകൊണ്ട് അവനെ അങ്ങ് ഒഴിവാക്കി വിട്ടേക്ക്. നമ്മൾ ചില സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ? ഒരാളെ വിലയിരുത്തേണ്ടത് അയാളുടെ കുടുംബം നോക്കിയിട്ടാണോ, അയാളുടെ സമ്പത്തിന്റെ അളവ് നോക്കിയിട്ടാണോ? അയാളുടെ കുടുംബം ഒരുപക്ഷെ മോശമായിരിക്കും. അത് അയാളുടെ തെറ്റുകൊണ്ടല്ല അയാൾ ആ കുടുംബത്തിൽ വന്ന് പിറന്നു പോകുന്നത്. എത്രയോ മോശപ്പെട്ട, എത്രയോ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിൽ ജനിച്ച എത്രയോ നല്ലവരായ വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എത്രയോ സമ്പന്നതയിൽ, എത്രയോ നല്ല കുടുംബങ്ങളിൽ ജനിച്ച എത്രയോ മോശപ്പെട്ട വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊരിക്കലും ഒരാളെയും വിലയിരുത്തേണ്ടത് അയാളുടെ സമ്പത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, അയാളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അയാളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.